നമുക്കിന്നിവിടെ D-Linkന്റെ M30 എന്ന് പറഞ്ഞ ഒരു മെഷ് റൗട്ടർ വയർലെസ് ആയിട്ട് കോൺഫിഗറേഷൻ ചെയ്യാം. അതായത് വേറെ വയറൊന്നും ഇവിടെ കണക്ട് ചെയ്തിട്ടില്ല. വയർലെസ് ആയിട്ട് വയർ കണക്ട് ചെയ്തേക്കുന്നത് ഈ ഒരു അഡാപ്റ്ററാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു അഡാപ്റ്റർ കണക്ട് ചെയ്യുക, ഈ ഒരു റൗട്ടറിന്റെ അഡാപ്റ്റർ കണക്ട് ചെയ്യുക. എന്നിട്ട് ഇതിന്റെ താഴത്തായിട്ട് ഇവിടെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്, അത് ഓൺ ചെയ്യുക. ഇതിപ്പോൾ ഓൺ ആയിട്ടുണ്ട്, ഞാൻ ഓൺ ആക്കിയിട്ടേക്കാൻ ഇവിടെ ഓൺ ചെയ്യുക. ഓൺ ചെയ്യുമ്പോൾ ഇവിടെ ഈ ഒരു റൗട്ടർ ഓൺ ആവും. അപ്പോൾ ഇതിന് വയർലെസ് ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ഇപ്പോൾ തന്നെ ഒരു റൗട്ടർ ഇരിപ്പുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ മോഡം ആയിരിക്കാം. അപ്പോൾ ഇതിന്റെ വൈഫൈ ഉപയോഗിച്ച് നമുക്ക് ഇതിനകത്ത് വേറെ വയർലെസ് ആയിട്ട്, അതായത് ഇതിന്റെ വൈഫൈ റേഞ്ച് കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട്. അധികം ദൂരം കൊണ്ടുപോകരുത്. ഇതിന്റെ വൈഫൈ റേഞ്ച് കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത്, അതായത് ഒരു മിഡിലായിട്ട് നമുക്ക് ഇത് സെറ്റ് ചെയ്ത് വൈഫൈ എക്സ്റ്റൻഡർ ആയിട്ട് ഉപയോഗിക്കാം. അതായത് അത്രയും വൈഫൈ കൂടുതൽ ഏരിയ എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ അഡാപ്റ്റർ ആദ്യം കണക്ട് ചെയ്ത് ഈ ഒരു വൈഫൈ റൗട്ടർ ഓൺ ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മുടെ മൊബൈൽ എടുക്കുക. മൊബൈൽ എടുത്ത് പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോറിൽ നമുക്ക് D-Linkന്റെ ഈ ഒരു ആപ്ലിക്കേഷൻ, അതായത് അക്വാലിയ പ്രോ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വരും. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്കിവിടെ ഗെറ്റ് സ്റ്റാർട്ട് കൊടുക്കുക, സ്കിപ്പ് കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ ഇത് ഓപ്പൺ ആയിട്ട് വരും. ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഇതൊരു മെയിൽ ഐ ഡിയും പാസ്വേഡും ചോദിക്കും. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. അതായത് ആദ്യം തന്നെ മെയിൽ ഐ ഡിയും പാസ്വേഡ് കൊടുത്താൽ വരില്ല. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തിട്ട് ഇതിനകത്ത് ചോദിക്കുന്ന ഇമെയിൽ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, എന്നിട്ടൊരു പേര് കൊടുക്കുക. ഇത് രണ്ടും ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടി വരും, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഓൾറെഡി എനിക്ക് ഒരു അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ ആ അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. മെയിൽ ഐ ഡി കൊടുത്തിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തിട്ട് ചെയ്യുക. സൈൻ ഇൻ കൊടുക്കുക, അക്സെപ്റ്റ് ചെയ്ത് കണക്ട് ചെയ്യുക, അലോ കൊടുക്കുക. അലോ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ ഇൻസ്റ്റാൾ ന്യൂ ഡിവൈസ്, അതായത് നമുക്ക് ഈ ഒരു ഡിവൈസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടാണ്. അപ്പോൾ അത് സ്കാൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സ്കാനർ ഇവിടെ തെളിഞ്ഞു വരും. അപ്പോൾ ഇതെങ്ങനെ സ്കാൻ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ഇതിൻ്റെ പുറകിലായിട്ട്, ഈ നമ്മുടെ റൗട്ടറിൻ്റെ പുറകിലായിട്ട് ഒരു QR കോഡ് ഉണ്ടാവും. ആ QR കോഡ് ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിച്ചു കൊടുക്കുക. QR കോഡ് ഒന്ന് കാണിച്ചു കൊടുക്കുക. QR കോഡ് കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ ഇത് വന്നില്ലേ, രണ്ട് മോഡ് വന്നു. സെറ്റപ്പ് ആസ് എ റൗട്ടർ ആൻഡ് സെറ്റപ്പ് ആസ് എ വൈഫൈ എക്സ്റ്റെൻഡർ. നമുക്കിവിടെ സെറ്റ് ചെയ്യേണ്ടത് റൗട്ടർ ആയിട്ടല്ല, എക്സ്റ്റെൻഡർ ആയിട്ടാണ്. അപ്പോൾ ഈ സെറ്റപ്പ് ആസ് എ റേഞ്ച് എക്സ്റ്റെൻഡർ കൊടുക്കുക. റേഞ്ച് എക്സ്റ്റെൻഡർ നമ്മൾ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് കണക്ട് ടു ദി ഹോം നെറ്റ്വർക്ക്, അതായത് നമ്മുടെ ഹോം നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അതായത് ഇവിടെ നമ്മുടെ ഹോം നെറ്റ്വർക്ക് ഇതാണ്. അതായത് നമ്മൾ ഏതാണോ വൈഫൈ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തിട്ടുണ്ട്, ഐ ഹാവ് കണക്റ്റഡ് കൊടുക്കുക. അപ്പോൾ അത് കറങ്ങിയാണ് സെർച്ച് ചെയ്യും. അതിനുശേഷം എക്സ്റ്റെൻഡ് യുവർ വൈഫൈ, എക്സ്റ്റെൻഡ് ചെയ്യണമെന്നായിരിക്കും. എക്സ്റ്റെൻഡ് ചെയ്യണം, സെലക്ട് കൊടുക്കുക. വയർലെസ്ലി എക്സ്റ്റെൻഡ് ചെയ്യണം. പ്ലേസ് ദ ഡിവൈസ്, ആ ഒരു ഡിസ്റ്റൻസിൽ, ഒരു കറക്റ്റ് ഡിസ്റ്റൻസിൽ പ്ലേസ് ചെയ്യാനാണ് പറയുന്നത്. അതായത് നമ്മുടെ മെയിൻ മോഡത്തിൻ്റെ അല്ലെങ്കിൽ റൗട്ടറിൻ്റെ ആ ഒരു വൈഫൈ റേഞ്ച് ഏറ്റവും കുറഞ്ഞോടത്ത് വയ്ക്കരുത്, കുറച്ചെങ്കിലും റേഞ്ച് കൊടുത്ത് വേണം നമ്മൾ ഈ ഒരു വയർലെസ് ആയിട്ട് സെറ്റ് ചെയ്യുന്ന ഈ റൗട്ടർ സെറ്റ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടത് ഒരുമിച്ച് വെക്കുന്നത്. പവർ ഓൺ ദ ഡിവൈസ് നമ്മൾ ഓൾറെഡി പവർ ഓൺ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കുക. LED ഈസ് ബ്ലിങ്കിങ് വെച്ചിട്ടുണ്ട്, ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. സെർച്ചിങ് ഫോർ ഡിവൈസ്, ഈ ഡിവൈസ് സെർച്ച് ചെയ്യുകയാണ്. ഒന്ന് വെയിറ്റ് ചെയ്യുക. കണക്ട് കൊടുക്കുക. ആ ഡിവൈസായിട്ട് കണക്ട് ചെയ്യണമെന്ന് പറയും. അപ്പോൾ കണക്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകംപ്ലീറ്റ് ആണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. അതായത് ഇതിൻ്റെ ഒരു വൈഫൈ ആയിട്ട് ഇതൊന്ന് കണക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വൈഫൈ, നമുക്ക് ആ ഒരു ഇതിൻ്റെ വൈഫൈ നമുക്കിവിടെ കാണിക്കുന്നുണ്ടാവും. ഇപ്പോൾ TP-Link എന്ന് പറഞ്ഞ് ആ ഒരു റൗട്ടറാണ് കണക്ട് ആയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ D-Linkന്റെ വൈഫൈ ഇപ്പോൾ ഇവിടെ കാണിക്കും. അതായത് M30 എന്ന് പറഞ്ഞ വൈഫൈ കാണിക്കും. അപ്പോൾ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. M30 കണക്ട് ചെയ്യാൻ നേരത്ത് പാസ്വേഡ് ചോദിക്കും. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ കണക്ട് ചെയ്തുകൊണ്ടാണ് പാസ്വേഡ് ചോദിക്കാതെ കണക്ട് ആയിരിക്കുന്നത്. പാസ്വേഡ് ഇതിൻ്റെ പുറകിൽ തന്നെ ഉണ്ടാവും. ഇതിൻ്റെ പുറകിൽ ഇവിടെ നമുക്ക് വൈഫൈ പാസ്വേഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. ആ വൈഫൈ പാസ്വേഡ് വേണം കണക്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ കണക്ട് ചെയ്തു. ഇനിയിപ്പോൾ വീണ്ടും ആ ഒരു പേജ് എടുക്കുക. എന്നിട്ട് ഐ ഹാവ് കണക്റ്റഡ് കൊടുക്കുക. അപ്പോൾ ഇത് വീണ്ടും അത് സെർച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ പെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു D-Link ഡിവൈസ് ആയിട്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ മൊബൈലിൽ ഒന്നും കൂടി
അത് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും, പെയർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. സെർച്ചിങ് ഫോർ ഡിവൈസ് ആണ്, കുറച്ച് ടൈം എടുക്കും, അത് കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, കുറച്ച് നേരം കറങ്ങിയിട്ട് നമുക്കിവിടെ ഓൾറെഡി ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇത്രയും വൈഫൈകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്ത് ഏതിലോട്ട് വേണം നമുക്ക് ഈ ഒരു വൈഫൈ എക്സ്റ്റൻഡർ ആയിട്ട് ഈ റൗട്ടറിനെ സെറ്റ് ചെയ്യാന്നുള്ളതിനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏത് വൈഫൈയിൽ സെറ്റ് ചെയ്യണം എന്നുള്ളത്, ഇത്രയും വൈഫൈകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഈ ഒരു റൗട്ടറിനെ നമ്മുടെ വീട്ടിലെ മോഡം അല്ലെങ്കിൽ റൗട്ടറായിട്ടാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പേര് ഇതിനകത്ത് കണ്ടുപിടിക്കുക. ഇതിനകത്ത് പിന്നെ നിലവിൽ TP ലിങ്ക് എന്നാണ് അതിൻ്റെ പേര് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ പേര് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ ആ പേര് സെലക്ട് ചെയ്യുക. ഏതാണ് റൗട്ടർ, മെയിൻ റൗട്ടറിൻ്റെ പേര് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡം അല്ലെങ്കിൽ ഏതിനാണോ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പാസ്വേഡാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാസ്വേഡ് ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുക. ഇതിൻ്റെ ഓൾറെഡി ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റർ ചെയ്യുക, പാസ്വേഡ് എൻ്റർ ചെയ്യുക. പാസ്വേഡ് എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്തതിന് ശേഷം പിന്നെ ഒരു വൈഫൈ നെയിമും പാസ്വേഡും ചോദിക്കും. അത് ഇതിന് നമ്മൾ എന്താണ് ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് വേണം നമുക്ക് ഇവിടെ ഇടാൻ. ഇനി ഇതല്ല, ഇതിൻ്റെ അതേ പേരും പാസ്വേഡും തന്നെ അതിന് മതി എന്നുണ്ടെങ്കിൽ വേറൊന്നുമില്ല, അടിയിലെ ഈ ഒരു ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം ഇതിൻ്റെ അതേ പേരും പാസ്വേഡും ഈ ഒരു വയർലെസ് ആയിട്ട് സെറ്റ് ചെയ്യുന്ന ഈ ഒരു റൗട്ടറിനും വരും. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇതിന് വേറൊരു പേര് വെച്ച് കൊടുക്കാം. വെറുതെ ഒരു EXT എന്നാണ് ഞാൻ കൊടുക്കുന്നത്. പാസ്വേഡ് 1 തുടങ്ങി 8 വരെ ജസ്റ്റ് എൻ്റർ ചെയ്യുന്നുണ്ട്. 1 ഒരു 8 വരെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇവിടെ കൊടുക്കാം, നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് വേറൊരു പാസ്വേഡ് കൂടി ചോദിക്കും. ഇത് വേറൊന്നുമല്ല, ഇത് നമുക്കിവിടെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്, അതായത് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഡിവൈസ്, ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു പാസ്വേഡാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇന്നത് തന്നെ വേണമെന്നില്ല, നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു പാസ്വേഡ് ഏതെങ്കിലും ഒരു പാസ്വേഡ് മതി. അപ്പോൾ അത് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ റീസ്റ്റാർട്ടിങ് ഇത് ഡിവൈസ് ഉണ്ട്, അതായത് ഈ ഡിവൈസ് ഇപ്പോൾ റെഡ് കളറാണ്, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നത് കാണാം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക, കുറച്ച് നേരത്തെ പ്രോസസ്സ് ഉണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മോഡമായിട്ട് വയർലെസ് ആയിട്ട് ഇപ്പോൾ ഇത് കോൺഫിഗറേഷൻ ആകുന്നതാണ്. അതായത് വേറെ വയറൊന്നും കണക്ട് ചെയ്തിട്ടില്ല, ആകെ ഒരു അഡാപ്റ്ററിൻ്റെ വയർ മാത്രമേ ഉള്ളൂ. വയർലെസ് ആയിട്ട് നമ്മുടെ ഈ മോഡമായിട്ട് വീട്ടിലിരിക്കുന്ന മോഡോ അല്ലെങ്കിൽ റൗട്ടറാണ് എന്താണെങ്കിലും വയർലെസ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അത് ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, നമ്മുടെ ഈ ഒരു മെയിൻ മോഡത്തിൻ്റെ ആ ഒരു വൈഫൈയുടെ റേഞ്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയല്ല, അതായത് കുറച്ചെങ്കിലും റേഞ്ചുള്ളടുത്ത് വേണം ഇതൊരു വൈഫൈ ഈ റൗട്ടർ സെറ്റ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ അടുപ്പിച്ച് വെച്ചേക്കുന്നത് ഞാനിത് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അകലേക്ക് നിന്ന് നമുക്ക് സെറ്റ് ചെയ്യാം, പക്ഷേ അതൊരു കുറച്ചെങ്കിലും റേഞ്ച് കിട്ടുന്നിടത്ത് വേണം സെറ്റ് ചെയ്യാനായിട്ട്. ഇത് കുറച്ച് നേരം എടുക്കുന്നൊരു പ്രോസസ്സാണ്, വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഒരു വൈറ്റ് കളറാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു റൗട്ടറിൽ ഇപ്പോൾ ഒരു വൈറ്റ് കളറാണ്. വൈറ്റ് കളർ മീൻസ് ഇതിൻ്റെ കൺഫിഗറേഷൻ സക്സസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തും ഓൾമോസ്റ്റ് ഈ ഒരു ആപ്ലിക്കേഷൻ കൺഫിഗറേഷൻ ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഈ ഒരു ഡിവൈസുമായിട്ട് ഇപ്പോൾ കണക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം, അതായത് മൊബൈൽ വൈഫൈയിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. EXT എന്നാണ് ഇതിൻ്റെ പേരിട്ടിരുന്നത്, ആ പേര് ഇവിടെ വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും എന്തോ EXT എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഇതിന് പേരിട്ടതാണ്. EXTയിൽ പാസ്വേഡ് കൊടുത്തത് നമ്മൾ 1 തുടങ്ങി 8 വരെയുള്ള ഒരു സിമ്പിൾ പാസ്വേഡാണ് കൊടുത്തത്. നിങ്ങൾ കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പാസ്വേഡ് കൊടുക്കുക. കണക്ട് ചെയ്യുക. EXT കണക്ട് ചെയ്യാണ്. EXT കണക്റ്റഡ് അല്ലേ, നെറ്റായി. ദാറ്റ് മീൻസ് ഈ ഒരു D-Linkൻ്റെ M30 വൈഫൈ റൗട്ടറിനെ നമ്മൾ വയറൊന്നും ഇല്ലാണ്ട് വയർലെസ് ആയിട്ട് നമ്മുടെ മെയിൻ മോഡമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് കംപ്ലീറ്റഡ് ആയി. ഇത്തരത്തിലുള്ള നെറ്റ്വർക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനും കോൺഫിഗറേഷൻസ് ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെ റൗട്ടറിനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഒരു ടെക്നീഷ്യൻ ആയാലും അല്ലെങ്കിൽ സ്വയം ഒരു റൗട്ടർ ഇൻസ്റ്റാൾ ചെയ്യാൻ കോൺഫിഗറേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.